ഫ്രണ്ട്സ്, ഓൾ ഇൻ വൺ എയറിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് അടിപൊളി ഒരു എഗ് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 4 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്ക, കുരുമുളക്, കറുവപ്പട്ട, ഒരു തക്കാളി, നെയ്യ്, ഇതെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പുതിനയില, മല്ലിയില ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ബിരിയാണി വെക്കാൻ പോകുന്ന ബിരിയാണി പോട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടുക. അതിനകത്തോട്ട് നമ്മൾ സവാള, ക്യാരറ്റ്, ബീൻസ് ഇതെല്ലാം കൂടെ എടുത്തൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിനകത്തോട്ട് തന്നെ നമ്മൾ കുരുമുളക്, ഏലക്ക, ഗ്രാമ്പു അതെല്ലാം ഞാൻ ഇതിനകത്ത് തന്നെ ചേർക്കുകയാണ്. ഇതിനകത്ത് ചേർത്തിട്ട് അപ്പോൾ നമ്മുടെ അരി ഇവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞു. അത് തിളച്ച് അതിനകത്തോട്ട് ഞാൻ കുറച്ച് ഗ്രീൻ പീസും കൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് തന്നെ ഈ മിക്സിനകത്തോട്ട് ഒരു ടൊമാറ്റോ കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് കുരുമുളക് പൊടി ഒരു എരിക്ക് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ വഴച്ചെടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് അതിനകത്തോട്ട് തന്നെ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ മുട്ട ചിക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അരി ഇവിടെ വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ അരി ഊറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് തന്നെ നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട ചിക്കി എടുക്കുക. അപ്പോൾ പിള്ളേർക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നമുക്ക് പെട്ടെന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ ഈ ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ മുട്ട ചിക്കി എടുത്ത് മാറ്റിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് നെയ്യോട് ഒഴിച്ചിട്ട് നമ്മുടെ ഈ റൈസും കൂടെ ഇതിനകത്തോട്ട് ഇടുക. ഈ സമയത്ത് ഞാൻ പുതിനയില, മല്ലിയില അരിഞ്ഞിട്ട് ഇതിനകത്തോട്ട് മിക്സ് ചെയ്തിടുകയാണ്. അപ്പോൾ നമ്മൾ ഇച്ചിരി എസൻസ് കൂടെ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മിക്സിയിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്നര വിട്ട് കുറച്ച് റൈസ് മിക്സ് അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളൊരു 5 മിനിറ്റ് ആവിയിലൊന്ന് ഇതിൻ്റെ സ്മെല്ലൊക്കെ എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയൊക്കെ ആവിയിൽ അടച്ച് വെക്കുക. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്